നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം എല്ലാവരും കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് കേൾക്കാം. ഈ അനുഗ്രഹീത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരവസരം ദൈവം ദാനമായി തന്നതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയും സൗദിയിൽ എബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ അനുഗ്രഹീത ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് വള്ളംകുളം, അതുപോലെ തന്നെ അവിടെയുള്ള സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, എന്റെ സ്നേഹിതനായിരിക്കുന്ന ബ്രദർ സാലു, മറ്റെല്ലാ ദൈവമക്കൾക്കും മുഖാമുഖമായി ഞാൻ ആരെയും പ്രത്യേകം കണ്ടിട്ടില്ലെങ്കിലും ക്രിസ്തുവേശുവിൽ എന്റെ വന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കും. ആധുനിക ലോകം ഇന്ന് പ്രശ്നങ്ങളുടെ പാറക്കെട്ടിൽ തട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ ഉറക്കമില്ലാത്ത രാവുകളും മദ്യവും മദ്യരാശിയും ഒക്കെ നമ്മുടെ തലമുറയുടെ മുഖമുദ്രയെ മറിക്കുന്നു. ആഹ്ലാദ ചിത്തരായി സന്തോഷഭരിതരായി ഭൂഖണ്ഡങ്ങൾ പറന്നു പോകുവാൻ എത്രയോ താല്പര്യങ്ങളായി. അതെ, 6 അടി നീളമുള്ള മനുഷ്യനെ ശാസ്ത്രത്തിന്റെ കരങ്ങൾ ഉയർത്തി ആകാശത്തിന്റെ അറുതിയും കോണൊക്കെ തപ്പി നോക്കി അരിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതിന്റെ പിൻപിലുണ്ടായിരുന്നു. മനുഷ്യൻ ശാസ്ത്രത്തിന്റെ ചിറകിൽ പറന്ന് ചന്ദ്രൻ കീഴടക്കി, ചൊവ്വ കീഴടക്കി, കഴിയുമെങ്കിൽ അവന്റെ കൊച്ചു കരത്തിനകത്ത് സൂര്യനെ പോലും കീഴടക്കുവാൻ, പിടിച്ചമർത്തുവാൻ വ്യഗ്രതയോടെ പറന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഉന്നതനായ മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിന്റെ മണിമകുടമായ മനുഷ്യൻ, കേവലം ഒരു സോപ്പ് പതയ്ക്ക് മുൻപിൽ തകർന്നു പോകുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ചെറിയ അണുവിന്റെ മുൻപിൽ അടിയറ വെച്ച് മനുഷ്യനെന്ന് ഒറ്റയ്ക്ക് വന്നവർ ഏകാന്ത പതികന്മാരായി, ഏകരായി, രക്തബന്ധങ്ങളും ആരുമെടുത്തില്ലാതെ ഏകരായി മുന്നിലേക്ക് അറിയപ്പെടുന്നു. ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ ഇരുന്നവർ തുടങ്ങി കുടിലിൽ കിടന്നവർ പോലും ഈ മാരക രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുക. ഇന്നത്തെ നാളിൽ വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച ചില വസ്തുതകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആരാധനാലയങ്ങളൊക്കെ ഉപേക്ഷിച്ച് യൂറോപ്യൻ നാടുകളിൽ വിട്ടിറങ്ങിയ ചെറുപ്പക്കാർ, ആളുകൾ, ഒരു അർത്ഥത്തിൽ അതൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ ചിലതൊക്കെ മാറി. എന്നാൽ ആരാധനാലയങ്ങൾ പോലും മോർച്ചറികളായി മാറ്റി എന്ന് വായിച്ചപ്പോൾ ഞെട്ടുന്നവാക്കി. ഭീകരമായ ഈ അണുവിന്റെ തേർവാഴ്ചയുടെ നടുവിൽ ഒരു ഭൂഖണ്ഡത്തിന്റെ അപ്പുറം, അല്ലെ ഒരു ഭൂഖണ്ഡത്തിൽ മുഖാമുഖമായി കാണുന്നില്ലെങ്കിലും ക്രിസ്തുവേശുവിന്റെ നിർമ്മല സ്നേഹത്തിൽ ഒന്നിച്ചു വന്ദനം ചെയ്ത് ഈ വചനത്തിന്റെ ചുറ്റാവിയായിരിക്കാൻ സ്വർഗപരിക്കവിലേറി സാവകാശനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ജെയിംസ് ഓർപ്പിച്ചനുസരിച്ച് എന്റെ പേര് മാത്യു ലാസർ ചെങ്ങന്നൂർ. ഞാൻ കഴിഞ്ഞ 38 വർഷമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഇന്നയോളം സഹായിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദീർഘ 38 വർഷങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ചു എനിക്ക് തന്നതുമായ നിരവധി യാഥാർത്ഥ്യങ്ങളിൽ അനേകിടങ്ങളിൽ പോയി പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. എന്റെ ഭാര്യ, ഞങ്ങൾ കുടുംബമായി ചെങ്ങന്നൂർ പാർത്ത് കർത്തൃവേല ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ വളരെ സന്തോഷം. ഇന്ന് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ എന്റെ പക്കൽ ദൈവം തന്ന ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പരിശുദ്ധ ദൈവമേ, തിരുവഴുത്തിനായ സ്തോത്രം. സൗദിയിൽ അങ്ങയുടെ ചുടുനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ശ്രേഷ്ഠ ജനം, ദാസൻ അടിയങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഈ വചനം ഞങ്ങൾക്ക് മാറ്റി തരുമാറാകണം. കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ശോകാന്തകാരങ്ങളിൽ ഏകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീ എന്നിലാശ്വാസമായി വൈകാതെ വന്നിടും. എൻ കാന്ത നീ എന്നിലാശ്വാസമായി വൈകാതെ വന്നിടും. എന്നേശുവേ എൻ ജീവനെ എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. തോൽവി, വിജയം. തോറ്റവന്റെ മുഖം എങ്ങനെയിരിക്കും? അല്ല, ജയിച്ചവന്റെ മുഖം എങ്ങനെയിരിക്കും? മുഖത്ത് എഴുതി വെക്കേണ്ട, ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം തോറ്റതാണ് ജയിച്ചതാണ്. പിശാചിന്റെ തന്ത്രം നമ്മെ തോൽപ്പിക്കണം, നമ്മെ പക്ഷെ ക്രിസ്തുവേശു നമ്മളോടുള്ള കരുണയിൽ വിളിച്ചു പറയുന്നു, നാം ജയിക്കണം, ഞാൻ ജയിക്കണം. എനിക്ക് ദൈവത്തിന്റെ പരിചയം. പിശാച് നമ്മെ തോൽപ്പിക്കുവാൻ മുഖാമുഖമായി വന്ന് യുദ്ധം ചെയ്യാൻ പകരം തന്ത്രങ്ങളാണ്, തന്ത്രങ്ങൾ. അത് നാം അറിയാത്തവരല്ലോ എന്നാണ് പൗലോസ് കൊരിന്ത്യ സഭയോട് ഓർപ്പിക്കുന്നത്. സാത്താൻ അവന്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവ പൈതൽ അതിനെ അറിഞ്ഞ് ഒഴിഞ്ഞു മാറണം. അവന്റെ മുമ്പിൽ തോൽക്കുകയല്ല, ജയിക്കണം. ജയത്തെ കുറിച്ച്, തോൽവിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്റെ ബാല്യപ്രായം ഓർക്കുന്നു. എന്റെ വീട് വടശ്ശേരിക്കരയ്ക്ക് അടുത്ത മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തായി. അവിടെ നിന്നുമാണ് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ മുറ്റങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ നടന്നു വേണം വടശ്ശേരിക്കര ഹൈസ്കൂളിൽ പഠിക്കാൻ വേണ്ടി. ഞാനും എന്റെ അനിയനും ഒരുമിച്ച് രാവിലെ യാത്രയാണ്. പർവ്വത നിരകൾ ധാരാളം സ്ഥലമാണ്. അങ്ങനെ പർവ്വതങ്ങൾക്ക് കയറി ഇറങ്ങി താഴ്വരയിലൂടെ നടന്നല്ല ഓട്ടം. കാരണം 10 മണിയാകുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം, അല്ലെങ്കിൽ സാറുമാരടിക്കും. അങ്ങനെയൊക്കെയാണ്, സാറുമാരടിക്കും. അപ്പോൾ ഓട്ടം 10 മണി ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുമ്പേ സ്കൂളിൽ എത്തിക്കും. പിന്നെ 4 മണി ബെൽ മുഴങ്ങുമ്പോൾ തിരിച്ചോട്ടമാണ്. കാരണം സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ വന്നില്ലേ വീട്ടിലടിക്കും. അപ്പൊ 2 വീതം എഴുതിയോ, ഒന്ന് താമസിച്ച് സ്കൂളിൽ ചെന്ന് അവിടെ അടി, താമസിച്ച് വീട്ടിൽ വന്നാൽ അവിടെ അടി. അങ്ങനെ ഒരു വർഷക്കാലം ഓട്ടം. ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്ന് പറയുന്നത് വലിയ അവധി കഴിഞ്ഞ് വേദന അവധി അങ്ങോട്ടാകുമ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വരവെ അടിച്ചു വിട്ടാക്കിടാതെ കണ്ണുകാലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നപ്പോ പേന ഒരിടത്ത് എറിഞ്ഞാൽ വീട്ടു വസ്ത്രമൊക്കെ ധരിച്ചു. പിന്നെ 2 മാസം ചാട്ടം, തിമിർത്ത് ചാട്ടം. അന്നാണ് ഈ ആൺകുട്ടികളൊക്കെ സൈക്കിളും ചവിട്ടാൻ പഠിക്കുന്നതും മരത്തെ കയറാൻ പഠിക്കുന്നതും പിന്നെ വിവിധ കളികൾ. അങ്ങനെ തുള്ളിയും ചാടിയും പാടിയും ഓടിയും ഒക്കെ 2 മാസം പോകും. അപ്പോൾ കേൾക്കാം നാളെ റിസൾട്ട്. പെട്ടെന്ന് തപ്തരാൻ കാരണമുണ്ട്, ജയിച്ചില്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ സ്കൂളിലേക്കുള്ള യാത്ര. എന്റെ ഭാഷയിൽ പറഞ്ഞ ആരും ഉണ്ടാകില്ല, ഒരു വിലാപം. ആരെങ്കിലും ചോദിച്ചാൽ റിസൾട്ട് എത്രയോ. നേരെ സ്കൂളിന്റെ മുറ്റത്ത് മണി 10 കുട്ടികൾ ഹെഡ് മാസ്റ്ററുടെ ഓഫീസ് റൂമിന് സമീപം ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട്. അന്ന് SMS ഒന്നില്ലെങ്കിൽ പിന്നെ അവിടെ എഴുതി ഒട്ടിക്കും. അപ്പോൾ മണി 10 കഴിയുമ്പോൾ പിയൂൺ ആ പേപ്പർ, റിസൾട്ടിന്റെ പേപ്പറുമായി വന്ന ആ നോട്ടീസ് ബോർഡ് ഒട്ടിക്കും. കുട്ടികളെല്ലാം തള്ളിക്കയറ്റം. എന്തിനാ? എന്റെ പേരുണ്ടോ, എന്റെ പേരുണ്ടോ, എല്ലാവരും നോക്കുക, എന്റെ പേരുണ്ടോ, എന്റെ
പേരുണ്ട് അല്ല ഇല്ല. ചിലർ നോക്കുമ്പോൾ പേരവിടെ ഇല്ല. അയ്യോ, മനസ്സിനൊപ്പം തിരികെ അടുത്ത പേപ്പർ നോക്കുമ്പോൾ ചുമന്ന മഷിക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു തോറ്റു. അങ്ങനെ തോറ്റവർ ആ ജനത്തിന്റെ ഇടയിൽ കൂട്ടുകാരുടെ ഇരിക്കും. പിന്നെ ഏതിലേ പോയെന്ന് അറിയാൻ പോയ വഴിയിലൂടെ തിരികെ വഴി. അങ്ങനെയുള്ളവർ കഴിവതും വീട്ടുമുറ്റത്ത് വന്നാൽ അടുക്കള വഴി. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അപ്പച്ചന്മാരുടെ കാലഘട്ടത്തെ കാര്യമാണ്. നമ്മുടെ ബാല്യപ്രായം അടുക്കള വഴി അമ്മയുടെ അടുത്ത് വന്ന് ഒന്ന് നിൽക്കും. അപ്പോഴേ അമ്മ ചോദിക്കും, എന്താടാ തോറ്റ് അല്ലേ? തോറ്റ് അല്ലേ? മൗനം, ഒരു മൂളൽ മാത്രം. പെട്ടെന്ന് അമ്മ രോക്ഷം, പഠിക്കാൻ പോയതാ, അവൻ തോറ്റു. അങ്ങേ വീട്ടില് ജെയിംസ്, അങ്ങേ വീട്ടില് റോസിൻ, അങ്ങേ വീട്ടില് ആ ജോയ്, അങ്ങേ വീട്ടില് സോമൻ ജയിച്ച നീ എന്തിനാണ്? നീ ഒരു വഴക്ക് പറിച്ചിട്ടുണ്ടാവും. എങ്കിലും അവിടെ നിൽക്കും ചില ജനങ്ങൾ. അമ്മ എന്താ? കാരണം വൈകിട്ട് അച്ചായം വടി പറ്റി വെച്ചേക്ക് അടി കൊടുത്ത് നന്നായി അടിക്കാൻ. അമ്മ വൈകിട്ട് അടി. പോയി ഞാൻ പറഞ്ഞോളാം, വയ്ക്കോ എന്റെ കടിന്റെ മുഖ്യ. ചില അമ്മച്ചമ്മ ഡയലോഗ് രസമാണ്. ചില അമ്മ വിളിക്കും, പശുവിനെ ഉദ്ദേശിച്ചോണ്ട് വന്നേ, കിടക്കോട്ട് വന്നേ, ഷീറ്റ് അടിച്ചോണ്ട് വന്നേ, ആ പറമ്പിൽ പോയി വിറ കൊടുത്തു വന്നേ. തോറ്റവൻ അടിമപ്പടി. എന്നാൽ ജയിച്ചവനോ അവൻ മുറ്റത്ത് വരുമ്പോൾ വിളി വിളിക്കും, അമ്മേ. ആ വിളി കേൾക്കുമ്പോ അമ്മയ്ക്കറിയാം ജയിച്ചു അല്ലേ മോനെ. അമ്മ രണ്ട് വിളിച്ചാൽ അടുത്ത വീട്ടിൽ പോട്ടോ, എന്റെ മോൻ ജയിച്ചു, എന്റെ മോളി ജയിച്ചു. എന്തൊരു സന്തോഷമോ, എന്തൊരു ആനന്ദമാ ആ വീട്ടിൽ. അവനോടൊന്ന് പറഞ്ഞേട്ടാ, പശുവിന്റെ എനിക്ക് നേരമില്ല, എനിക്ക് ബുക്ക് വായിക്കാം, റബ്ബർ ഷീറ്റ് എനിക്ക് നേരമില്ല. അർത്ഥം പ്രോഗ്രാമ. ജയിച്ചവന് മാത്രമേ അനന്തര ഭാവി പരിപാടിയുള്ളൂ. തോറ്റവൻ എന്നാ പരിപാടി? തോറ്റവന്റെ മുഖം എപ്പോഴും മ്ലാനമായി, ജയിച്ചവന്റെ മുഖം വളരെ സന്തോഷമായി. ജീവിക്കൂ ദൈവത്തിന്റെ പൈതല്. ജീവിതത്തിന്റെ ആയോധനത്തിൽ നാളുകളുടെ നീളങ്ങളിൽ ഒരു പക്ഷേ പരാജയങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ വരാം. ജീവിതം മുഴുവൻ നിരാശയോടും ദുഃഖത്തോടും കണ്ണുനീരോടും ഇരിപ്പാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് എപ്പോഴും ദുഃഖിച്ച്, എപ്പോഴും കണ്ണു നനഞ്ഞ്, എപ്പോഴും വാടി മുഖത്തെടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുമോ? മോനെ എന്താ? ഡാഡിയോട് പറ, പപ്പയോട് പറ, മോനെ എന്താ? മമ്മയോട് പറ, മോനെ എന്താ? ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുവാൻ നാം എന്തും, അവനെ ഉത്സാഹിപ്പിക്കുവാൻ എന്തും പറയും. അങ്ങനെയെങ്കിൽ വാടിയ മുഖത്തോടെ, ക്ഷീണിച്ച മുഖത്തോടെ തളർന്നിരിക്കാൻ എന്റെ യേശു അനുവദിക്കുകയില്ല. ജീവിതത്തിൽ പരാജയപ്പെടുന്ന കുറവുകളെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈശാന്റെ മുമ്പിൽ തോക്കുകയല്ല, നമുക്ക് നമ്മുടെ കർത്താവിനെ കയറി കെട്ടിപ്പിടിക്കാം. കെട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം, യേശു ക്രിസ്തു മൂലം ജയം ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ജയിപ്പാൻ ഒരു കർത്താവ് ജീവിക്കും. നമുക്ക് ജയിപ്പാൻ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. തോൽവി വിജയം. ഓർപ്പിച്ചല്ലോ, പിശാച് എപ്പോഴും തന്ത്രങ്ങളാണ് വിലയുന്നത്. അവൻ മുഖാമുഖ യുദ്ധത്തിന് വരില്ല. തന്ത്രങ്ങൾ, പിശാചിന്റെ ഒന്ന് രണ്ട് തന്ത്രങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്നാമത്, പിശാച് മനുഷ്യന്റെ ബുദ്ധിയെ കെട്ടും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പിശാച് മനുഷ്യന്റെ ബുദ്ധിയെ മൈൻഡിനെ കെട്ടും. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളെ അനുഭവത്തിൽ പറയാം. ഞാൻ ഇടുക്കി വർക്ക് ചെയ്യുന്ന കാലം പുതിയൊരു വേല ആരംഭിച്ചു. ഒരു ഭവനത്തിലാണ്. സഭായോഗത്തിന് ശേഷം ആ വീട്ടുകാരൻ ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ ഉള്ളൂ, ഞങ്ങൾക്കെല്ലാം മാമ്പഴം തന്നു. അദ്ദേഹത്തിന്റെ മാവിൽ ആദ്യം കായ്ച്ച നല്ല ഞങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. യോഗാനന്ദൻ എന്റെ ചർച്ചയിൽ വിളിച്ചൊരു പക്കാലം അവനും ഭക്ഷിച്ചു. പക്ഷെ അവന്റെ മമ്മി വിളിച്ചു, അവന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ഡാഡി ഇപ്പോൾ വരും. ഡാഡി മറ്റൊരു സാമുദായിക സംഘടനയിലെ ട്രസ്റ്റിയാണ്. ഇവര് മാത്രം വിശ്വാസം. പെട്ടെന്ന് ഇവൻ ഇതിനിടയ്ക്ക് ഈ ചെറുപ്പക്കാരൻ വെള്ളം ചോദിച്ചു. ആരും ശ്രദ്ധിച്ചില്ല. മമ്മി വിളിച്ചത് കൊണ്ട് വെള്ളം ആവശ്യമുണ്ട്. പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ കണ്ണന് മേശപ്പുറത്തിരുന്ന ഫ്ലാസ്ക്, അദ്ദേഹം ആ ഫ്ലാസ്ക് എടുത്ത് തുറന്ന് വെള്ളം വാങ്ങി. നമുക്കറിയാം ഫ്ലാസ്കിനകത്ത് എന്തായിരിക്കും.
ചൂടുവെള്ളം, തിളച്ച വെള്ളം വായിലേക്ക് ഒഴിക്കുമല്ല. വായ്പൊള്ളി, കവിൾത്തടങ്ങൾ, ചൂടുവെള്ളം ഒഴുകി. ഞങ്ങൾ ചെല്ലുമ്പോൾ പരൽ തെറിയിൽ വീണ് തെറിക്കുന്ന പോലെ തെറിക്കുക. ഞങ്ങളെല്ലാം ഓടിയെടുത്തു. പെട്ടെന്ന് ആളുകൾ ചിലര് ഐസ് ക്യൂബ് കൊണ്ടുവന്ന കവിൾത്തടങ്ങൾ വെച്ചു. പേസ്റ്റ്, കോൾഗേറ്റ് പേസ്റ്റ്, അത് മുഴുവൻ ഞെക്കി എടുത്ത് ആ മുഖമെല്ലാം നന്നായി പൂശി ഐസ് കട്ട കൊണ്ട് തണുപ്പിച്ചു. ഏതാണ്ട് 1/2 മണിക്കൂർ ഒരു പ്രൈമറി സിസ്റ്റം. ദൈവകൃപയാൽ പുള്ളി അല്ല. ആ വീട്ടുകാരൻ പറഞ്ഞു, 2.5 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞ് അദ്ദേഹത്തിനുണ്ട്. വെള്ളം കൊടുത്താൽ വിരലിട്ട് നോക്കും, ചൂടാണ്, പച്ചവെള്ളം. അതെ, ഒരു ചെറുപ്പക്കാരൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരൻ, ഒരു നിമിഷം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ പിശാചെത്തിച്ചു. എന്താണെന്നറിയാമോ? ആ കുടുംബത്തിൽ ആന്തരമുള്ള ഈ കുഞ്ഞു മാത്രമേ. അവന്റെ സഹോദരങ്ങൾക്ക് മക്കളില്ല, സഹോദരിക്ക് മക്കളില്ല, ആന്തരമുള്ള ഈ കുഞ്ഞു മാത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ മാന്യ ദൈവ മക്കളെ, ഒരു ദൂത് എനിക്ക് വിളിച്ചു പറയാനുണ്ട്. വാഗ്ദത്തമുള്ള തലമുറയോട് പോരാട്ടം. നിന്റെ തലമുറ ഒന്ന് ദൈവത്തിന് പ്രയോജനപ്പെടും, നിനക്ക് പ്രയോജനപ്പെടും എന്ന് കണ്ടാൽ പിശാച് തകർക്കാൻ പദ്ധതി. ഒന്നുകിൽ ഉദരത്തിൽ വെച്ച് കുടച്ചു കളയാൻ ശ്രമിക്കും. ഇല്ല, പ്രസവിച്ചാൽ അംഗവൈകല്യം ഉള്ളതായി ജനിക്കുവാൻ തക്കവണ്ണം പദ്ധതിയിടക്കും. അല്ല, അവിടുന്ന് രക്ഷപ്പെട്ടാൽ യൗവനത്തിൽ അകാല പാപഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ അവനെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു ദൂതൻ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിലവിളിക്കാൻ ഒരുങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ നിന്റെ തലമുറ ശത്രു തൊടാൻ ദൈവം അനുവദിക്കയില്ല. വാഗ്ദത്തമുള്ളതിനെ തൊടുവാൻ അനുവദിക്കയില്ല. ഞാൻ ബൈബിളിൽ ഒരു ചിന്ത പറയാം. പറവോന്റെ കൽപ്പന ആ തലമുറകൾക്കെല്ലാം എതിരായി. അകരം ജനിച്ചപ്പോഴും പിശാച് വാദിച്ചില്ല, മര്യാദ ജനിച്ചപ്പോഴും വാദിച്ചില്ല. പക്ഷേ മോശക്കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനോട് പിശാച് വാദിച്ചു. എന്താ? 3 മാസം കഴിഞ്ഞപ്പോൾ ഒളിപ്പിച്ചു വെച്ച കുഞ്ഞ് ഞാനിടപ്പെട്ടിക്കകത്ത് കയറ്റി നദീതടത്തിൽ കൊണ്ടിട്ട് ദൂരം പെങ്ങൾ നിൽക്കുന്ന വാഗ്ദത്തമുള്ളതിനെ ഒരു പെട്ടിക്കകത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ജീവിക്കുന്നു. പറയാൻ എത്ര തയ്യാറാകും? ഏത് കാലഘട്ടം വന്നാലും, ഏത് മാരക പ്രശ്നം വന്നാലും ജീവിക്കും ദൈവത്തിന്റെ പൈതലേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ വീടലിൽ ശരണം പ്രാപിക്കുന്നുവെന്ന 57-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയതുപോലെ വിളിച്ചു വരാൻ കഴിയും. എന്റെ നിന്റെ ഷെൽട്ടർ ഈ കാണുന്ന മാനുഷികമായ ഒരു പരിപാടികളുമല്ല, സ്വർഗീയ തൂവലിനടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ശത്രു കാണാതെ, ദുഷ്ടം തൊടാതെ കാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തന. ഏത് രാജ്യത്ത് കഴിഞ്ഞാൽ പുസ്തകം പറയുന്നു, ഭൂമിയുടെ അറ്റത്ത് നീ പോയി പാർത്താൽ എന്റെ കൈ നിന്നെ അവിടെ നിർത്തി. ഇവിടെ വാഗ്ദത്തമുള്ള കുഞ്ഞിനെ 3 മാസം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ കയ്യിൽ പ്രതി തടത്തിയ ചീങ്കണ്ണികളുടെ അണപ്പല്ലുകൾ ഇളം മാംസം രുചി നോക്കാൻ കൊടുത്തില്ല. കയ്യിൽ നദിയെ കുറിച്ച് വായിക്കുന്ന അവിടെയുള്ള ചീങ്കണ്ണികൾക്ക് മാംസം വളരെ ദൂരെ ഗ്രഹിക്കാൻ കഴിയും. ഒരൊറ്റ ചീങ്കണ്ണി വന്നില്ല. പകരം കൊട്ടാരത്തെ ദൈവം തൊട്ടു. കൊട്ടാരത്തിലെ രാജകുമാരിയെ രക്ഷയ്ക്ക് അയച്ചെങ്കിൽ നിന്റെ സാഹചര്യം ഏതായാലും, നിന്റെ പരിസ്ഥിതി ഏതായാലും ദൈവത്തിന് പദ്ധതി ഉണ്ട്. ദൈവം തക്ക സമയത്ത് അവനെ പിടിപ്പറ്റട്ടെ. 3 മാസം കൊണ്ട് ഒതുക്കുമെന്ന് വെല്ലുവിളിച്ചവൻ 40 കൊല്ലം മരുഭൂമി ഇസ്രായേൽ നയിച്ചു. ഓരോ 120-ാമത്തെ വയസ്സിൽ കണ്ണും മങ്ങിയില്ല, ദേഹബലം ക്ഷയിച്ചില്ല. പിസ്ഗായുടെ മുകളിൽ വാഗ്ദത്തമകളെ കണ്ടുകൊണ്ട് പിസ്ഗായുടെ മുകളിൽ നിന്ന് വാഗ്ദത്തം കണ്ട് കർത്താവിന്റെ കൈ കൊണ്ട് അഞ്ചടം അടക്കപ്പെട്ടെങ്കിൽ ജീവിക്കും ദൈവത്തിന്റെ പൈതലേ. ഏത് മാരക രോഗമായിരിക്കാം, സങ്കടമായിരിക്കാം, ദുഃഖമായിരിക്കാം, സ്വർഗം നിന്നെ വിടുവിപ്പാൻ ശക്തിയാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വേദപുസ്തകം വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യം.
അങ്ങനെയാണ്. യബിയ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: സ്ത്രീകളെ യഹോവയുടെ വചനം കേൾക്കും. ഓരോരുത്തർ താൻ തന്റെ കൂട്ടുകാരത്തെ പ്രലാപം അഭ്യസിപ്പിക്കട്ടെ. ഓരോരുത്തർ താൻ തന്റെ മക്കളെ, പെൺമക്കളെ അഭ്യസിപ്പിക്കട്ടെ. എന്തിനാ? വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെ, വീതിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ചെറുച്ചുകളെ കൊണ്ട് മരണം നമ്മുടെ കിളിവാതിലൂടെ കയറി നമ്മുടെ അരമനകളിൽ എത്തിപ്പോകും. മാന്യ സുഹൃത്തെ, മത്സ്യ സഹോദരി സഹോദരന്മാരെ, നിന്റെ തൊട്ടടുത്ത വീട് വരെ മരണം എത്തി നോക്കി. തൊട്ടടുത്ത വീട് വരെ, അത് നിന്റെ വീട്ടിലോട്ട് എത്തി നോക്കിയതാ. പക്ഷേ രക്തമടയാളമുള്ള ഭവനത്തെ മറച്ചതുപോലെ ദൈവം നമ്മെ തന്റെ കൃപയിൽ മറച്ചു. അവൻ തന്റെ കരുണയിൽ മറച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ മുഖംപുള്ളി വീട്ടിൽ ചെന്നിരുന്നുവെങ്കിൽ നാട്ടുകാർ പറയും, മാത്യുലാസന്റെ സഭയിൽ ഇത് വലിയ വഴക്കായിരുന്നു, ആരോ ചൂടുവെള്ളം എടുത്ത് ആ ചെറുപ്പക്കാരനെ മുഖത്ത് വിളിച്ചു എന്നല്ല വരെയുള്ളത്. നിന്നെ കൊണ്ടൊരു അപമാനം പറഞ്ഞുണ്ടാക്കാൻ പദ്ധതിയാണ്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രസന്റ് മൈൻഡ് നഷ്ടപ്പെടും. എന്തിനാ? ഒരു അപകടം ഉണ്ടാക്കാൻ. ചിലപ്പോൾ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ദ്രുതഗതി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ പിശാച് പോക്കുകയും എന്തിനാ? ഒരു അപകടം ഉണ്ടാക്കാൻ. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില സഹോദരിമാരെ ഗ്യാസ് കത്തിച്ചടുപ്പിൽ പാൽ വെച്ചിട്ട് അയൽവക്കത്ത് കഥ പറയാൻ പോകും, മറന്നു പോകും പാൽ അവിടെ ഇരിക്കുന്നത്. അത് തിളച്ചു തൂങ്ങി നിന്റെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാക്കാൻ പിശാചിന്റെ മൈൻഡ് നഷ്ടപ്പെടുത്തുക. ആർത്തിക്കുന്നതിന്റെ മൈൻഡ് നഷ്ടപ്പെടുത്താൻ അനുവദിക്കയില്ല. ഇനി ഞാൻ ബൈബിളിലേക്ക് തിരിച്ചു വരാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ മുഖ്യ പിശാച് കെട്ടുമോ? എന്തു പറയുന്നു? ശമൂവേൽ 2-ാം പുസ്തകം 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ചുറ്റിച്ചെന്ന ഇസ്രായേലിലെ യഹൂദയെ എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. പന്നി വയോധികനായ ദാവീദ്, വെള്ളിക്കമ്പി വരെ ധരിച്ച തലയും താടിയുമുള്ള ആ ദാവീദ് ഏതാണ്ട് മരണാസന്നനാണ്. യൗവനത്തിന്റെ വികാരങ്ങളൊക്കെ ആർത്തെടുത്ത് പരിപക്വതയിലെത്തിയ വാർദ്ധക്യകാലം, അറിവിന്റെ കലവറ, അനുഗ്രഹിതനായ മനുഷ്യൻ. പക്ഷെ ഞാനൊരു ചിന്ത പറയാം, ഏതു പ്രായത്തിലും പിശാച് പരിശോധിക്കും. ഏത് പ്രായത്തിലും. ഒരിക്കൽ കുമ്പനാട്ട് ദൈവദിനം പഠിപ്പിച്ച പ്രസിദ്ധനായ ശ്രേഷ്ഠനായ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യം, അപ്പച്ച ഈ പരീക്ഷ എത്ര വയസ്സ് വരും? അപ്പച്ചൻ തമാശായി പറഞ്ഞത് ഞാൻ പലർക്കും പറയാറുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ 80 വയസ്സായി ഇപ്പോഴും പിശാച് പരീക്ഷിക്കാം. പിശാചിന്റെ പരിശോധനയിൽ പരീക്ഷയിൽ ആരും അതീതരല്ല. എവിടെ വെച്ച് വേണമെങ്കിലും പരീക്ഷിക്കാം. ഒരു ഭക്തന്മാരി ഏതു നേരത്തും പിശാച് വിധി വേണ്ട കൂന്തലുണ്ട് കാത്തു. ദാവീദ് ഒരിക്കൽ തന്റെ അരമനയിൽ ഇരുന്നപ്പോൾ പിശാച് തന്റെ മനസ്സിൽ ചോദ്യം, ഒരു ചിന്ത, ഇസ്രായേലിനെ എണ്ണുക. അന്ന് ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ ആരെ എണ്ണുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദാവീദിന് തോന്നിച്ചു, ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവാലോചന വിട്ട് തോന്നൽ തരുന്നതൊക്കെ പിശാചിന്റേതാണ്. ദൈവം പഠിച്ചാൽ 2 തരത്തിലുള്ള തോന്നലുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 7:5 നാം ഇങ്ങനെ വായിക്കുന്നു, വംശാവലി പ്രകാരം ജനത്തെ എണ്ണേണ്ടതിന് ദൈവം എന്റെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പൊ ദൈവം തോന്നലുണ്ട്. പിശാചും ചിലപ്പോൾ തോന്നൽ കൊണ്ടിടും. ഇവ തമ്മിൽ സെൻസർ ചെയ്യണം. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ മോഷ്ടിക്കും, അവന്റെ ഹൃദയത്തിലെ ഭാവനകൾ മോഷ്ടിച്ചെടുക്കും, അവന്റെ ഹൃദയത്തെ വശീകരിച്ചെടുക്കും. പിശാച് അപ്പക്കണ്ണം വാങ്ങി ഭക്ഷിച്ചിട്ട് യൂദായ്ക്ക് തോന്നിയില്ലേ യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ? പ്രാർത്ഥനയ്ക്ക് രാവിലെ എത്തിയ ഒരു സ്ത്രീ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുരോഹിതന് തോന്നിപ്പോയി
അവൾ ലഹരി പിടിച്ചിരിക്കുന്നു. കണ്ണു കാണാൻ വയ്യെങ്കിലും എനിക്ക് തോന്നി ലഹരി പിടിച്ചു. തോന്നൽ പല കുടുംബ ജീവിതം തകർത്തിട്ട് തോന്നല. പല അനുഗ്രഹിത കുടുംബങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളിൽ പല പ്രസ്ഥാനങ്ങളൊക്കെ തകർന്നത് കേവലം ചില തോന്നലുകളാണ്. തോന്നലുകളെ ദൈവമക്കൾ സംശോധിക്കണം. വെറുതെ അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനെതിരെ ഉയർന്നു പൊങ്ങുന്ന സകല വിചാരങ്ങളെയും ഉയർച്ചകളെയും ക്രിസ്തു യേശുവിനുള്ള അനുസരണത്തിൽ ഞങ്ങൾ പിടിച്ചടക്കി. ഞാൻ വിളിച്ചു പറയട്ടെ, പിടിച്ചടക്കാൻ ആർക്ക് കഴിയും? അവൻ ജയിക്കും. പിടിച്ചടക്കുവാൻ ആർക്ക് കഴിയും? വികാരങ്ങളുടെ ഇടയിൽ ഞെരുങ്ങി ഹൃദയം തകർന്നു പോകാതെ ക്രിസ്തു യേശുവിനുള്ള പരിജ്ഞാനത്തിൽ ഹൃദയം ഏകീകരിക്കാൻ കഴിയുന്നവൻ ഭാഗ്യവാനാ, അവൻ ജയിക്കും. ഇവിടെ ദാവീദ് എണ്ണുവാൻ പറഞ്ഞു. യോവാബും പടജനവും എണ്ണി, യോവാബും പടജനവും എണ്ണിയുണ്ട്. മാസവും 20 ദിവസം കഴിഞ്ഞ ശേഷം അവ യെരൂശലേമിലെത്തി. ഇസ്രായേൽ ആയുധവാണികളായവർ യോദ്ധാക്കൾ 1 ലക്ഷവും യഹൂദർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. 8 5 13 ലക്ഷം യുദ്ധവീരന്മാർ നമുക്കുണ്ട്. ആ കണക്ക് കൊടുത്തു. പക്ഷെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. എന്നാൽ ദാവീദിന്റെ ജനത്തെ എണ്ണിയ ശേഷം ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്, യഹോവേ, ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. അടിയൻ വലിയ മോശം ചെയ്തു പോയി. കഴിഞ്ഞ 9 മാസവും 20 ദിവസത്തിന്റെ പിറകിൽ, ആ ദിവസങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ദാവീദിന് ഇത് തോന്നിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ 70,000 പട്ടുപോകയില്ല. ഓർഡർ കൊടുത്തിട്ട് 9 മാസം 20 ദിവസവും ഹൃദയത്തെ കുത്തുകൊണ്ടില്ലെന്ന്. ഹൃദയത്തെ കുത്തുകൊള്ളാൻ പ്രസംഗിക്കാം, പാടാം, സാക്ഷ്യം പറയാം, ഒരുപക്ഷെ കർത്തൃമേശ എടുത്തേക്കാം, ഒരുപക്ഷെ ആത്മീയ കാര്യത്തിലെല്ലാം പങ്കെടുക്കാം. ദൈവവൈതലേ, കഴിഞ്ഞ കാല എക്സ്പീരിയൻസ് അല്ല. ഓരോന്നുമായി അടുക്കുമ്പോൾ നിന്റെ മനസ്സാക്ഷി എങ്ങനെ ഇരിക്കും? അനേക ദൈവമക്കളുടെ മനസ്സാക്ഷി ദൈവവും പരിശുദ്ധാത്മാവും പരിശോധിക്കട്ടെ. ഞാനൊരു ചിന്ത ഇങ്ങനെ പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു നവജാത ശിശുവിനെ നാം കാണാൻ പോയാൽ ആ കുഞ്ഞിന്റെ കാല് നോക്കണം. ആ കാലിന്റെ വെള്ളം എന്ത് സ്മൂത്താ. ഒരു ചുംബനം കൊടുക്കാൻ തോന്നുന്നു ആ കാൽവെള്ളം. എന്നാല് ഒരു 30 കൊല്ലം അവൻ നടന്നു കഴിഞ്ഞ് അവന്റെ കാലൊന്നും പിടിച്ചു പോകും. എങ്ങനെയൊക്കെ വെട്ടിക്കാൻ കൊടുക്കും. സ്മൂത്തായിരുന്ന കാല് ഇപ്പൊ 30 കൊല്ലം കഴിഞ്ഞപ്പോൾ വെട്ടുകല് പോലെ. ഇതുപോലെ അവന് ദൈവങ്ങളുടെ മനസാക്ഷികൾ പറയാൻ ഇന്ന് രാത്രി എത്ര വചനം മനസ്സിന് ഒരു ചിന്തയിടുവാൻ കഴിയുമെന്ന് ദാവീദിന്റെ മനസ്സിൽ കുത്തുകൊണ്ടു. ഞാൻ പാപം ചെയ്തു പോയി. പിശാച് കഴിഞ്ഞ 9 മാസം 20 ദിവസം താങ്ങി പിടിച്ചേക്കില്ല. പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്, എന്റെ വാചക സങ്കീർത്തനം എഴുതുന്നുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നു ഒക്കെ ഉണ്ട്. നിർത്തോകൾ പക്ഷേ കണ്ടേക്കാം. മനസാക്ഷി കുത്തലില്ലാതെ തിരുമേശം, മനസാക്ഷി കുത്തലില്ലാതെ ലക്ഷ്യം, മനസാക്ഷി കുത്തലില്ലാതെ പ്രസംഗിച്ചു, മനസാക്ഷി കുത്തലില്ലാതെ പലതും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളേണം, അറിയുന്നൊരു ദൈവം ഉയരത്തിലുണ്ട്. എവിടേക്ക് ദാവീദിന്റെ മനസ്സിൽ കുത്തുകൊണ്ടോ അനുദവിച്ചോ അവിടേക്ക് അവൻ രക്ഷപ്പെട്ടു കിട്ടും. നമുക്കറിയാം ബേത്ശേബ സംഭവം. രാജാക്കന്മാരുടെ യുദ്ധത്തിൽ പോയ കാലത്ത് ദാവീദോ മെത്തമേൽ കിടന്ന് ഉറങ്ങി. അന്തിനേരമായപ്പോൾ നട്ടുപ്പാവില്ലാവുന്നു. അപ്പോൾ അയൽവക്കത്തൊരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു. എന്റെ ആത്മീയ ഭാഷയിൽ ഞാൻ വേഗം പറയട്ടെ, ഒടുവിൽ സംഭവിച്ചത് പറയാം. ദാവീദിന്റെ കണ്ണ് പച്ചമീൻ കണ്ട കാക്ക കൊട്ടയ്ക്കുറ്റും വട്ടമിട്ട് പറക്കുന്ന പോലെ വട്ടമിട്ട് പറന്നു. ആത്മീയ ഭാഷയിൽ ചുരുക്കി പറയാം, ഒടുവിൽ ദാവീദിന്റെ രക്തബന്ധുക്കുന്ന ഒരു ജീവൻ ഒറ്റ നോട്ടത്തിൽ എന്തു സംഭവിച്ചു?
അസ്ഥാനത്തെ നോട്ടം ആത്മീയ അപകടം വലിച്ചു വെക്കും. ദാവീദ് കുറെ കഴിയുമ്പോൾ വിവരം അറിയുന്നു. വിവരമറിഞ്ഞപ്പോൾ ദാവീദ് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ആത്മീയനും തന്ത്രങ്ങളും പാപത്തെ മറയ്ക്കുവാൻ ഉണ്ടാക്കിയ തന്ത്രങ്ങൾ എത്ര ഭയങ്കരം. പടയിൽ പോയ പട്ടാളക്കാരനെ വിളിച്ചു വരുത്തി സമ്മാനം കൊണ്ട് വീട്ടിലേക്ക് കൊണ്ട് അവൻ വീട്ടിൽ ചെന്നപ്പോ സമ്മാനം വീട്ടിലെത്തി. സമ്മാനം കൊണ്ട് കണ്ണുകുരുടാക്കാൻ പോരാ. ഒന്നാം ദിവസം അവൻ പോയില്ല. പിന്നെ ദാവീദ് കോപിക്കുക, എന്താ പോകാൻ? വീണ്ടും അവനെ ലഹരി പിടിപ്പിച്ചു. ഇപ്പം ആത്മീകന്റെ ജോലി ലഹരി പിടിപ്പിക്കുക. പിന്നെയും പോയില്ല. ഒടുവിൽ കോപിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പടയിൽ നിന്ന് വന്നവനല്ലേടാ, എന്തുകൊണ്ട് നീ വീട്ടിലേക്ക് പോയില്ല? നിഷ്കളങ്കനായ ഊരിയാവിന്റെ സാക്ഷ്യം ഏതു മനുഷ്യന്റെ ഹൃദയത്തെയും തകർക്കുന്നു. മഹാരാജാവേ, മഹാപ്രഭു, എന്റെ യജമാനായ യോബാബും യഹോവയുടെ പെട്ടകവും വെളിപ്രദേശത്ത് കിടക്കുമ്പോൾ, അതെ മഞ്ഞത്ത് കിടക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകയില്ല. ആത്മീക സംരക്ഷണത്തിന്റെ നേതാവായിരിക്കും ദാവീദേ, അങ്ങയ്ക്കുണ്ടോ കേവല ഊരിയാവിന് ദൈവം? യഹോവയുടെ പെട്ടകം വെളിപ്രദേശത്ത് കിടക്കുന്നു, എന്റെ യജമാനും വെളിപ്രദേശത്ത് കിടക്കുന്നു, ഞാൻ പോകയില്ല. ഒടുവിൽ എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ച് ദാവീദിന്റെ കൈപ്പട എഴുത്തെഴുതി യോവന് കൊടുത്തുവിട്ടു. മരണവിധി വാങ്ങിച്ചുകൊണ്ട് ആ പാവം മനുഷ്യൻ പോകുന്ന വഴിയിൽ ഒരിക്കലെങ്കിലും ആ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചിരുന്നെങ്കിൽ മറ്റൊന്ന് സംഭവിക്കുമായിരുന്നു. അനുസരിക്കാൻ മാത്രം അറിയാവുന്നവൻ തന്റെ മരണവിധി വാങ്ങിച്ചുകൊണ്ട് യോവിനടുത്തേക്ക് കത്ത് പൊട്ടിച്ചു വായിച്ചു ഞെട്ടി. നിഷ്കളങ്കനായ നിരപരാധിയായ എന്റെ പടയാളി മരണത്തിൽ പടകിനെ ആ നിഷ്കളങ്ക മനുഷ്യനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പടജനം പുറകൊട്ടുന്നു. കമോലിന്റെ വാളുകൊണ്ട് തലങ്കം വിലങ്ങുവനെ വെട്ടി കഷണമാക്കി കളഞ്ഞു. ഒരൊറ്റ നോട്ടത്തിന് ദാവീദിന് പറ്റിയ ചതി, പാപത്തിന്റെ കയ്യിൽ പറ്റിയതോ ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ ചോര. സംഭവിച്ചത് പറയട്ടെ, ഒരു കൊല്ലം ദൈവം അനങ്ങിയില്ല, മിണ്ടിയില്ല. ആളുകളുടെ നീളങ്ങൾ ദൈവം മിണ്ടാതിരിക്കുന്നത് മണ്ടനായിട്ടല്ല കേട്ടോ. ഓർത്തോണം, നാളുകൾ തരുന്നത് മാനസാന്തരപ്പെടുമ്പോൾ ദൈവം പറഞ്ഞ അങ്ങനെ ശാസിക്കും, എന്റെ കണ്ണിന്റെ മുൻപിൽ നിരത്തി വയ്ക്കും. അടുത്ത സംഭവം ശ്രേഷ്ഠമാണ്. പ്രവാചകൻ തന്റെ ഭവനത്തിലേക്ക് വരും. പ്രവാചകൻ വന്ന ഒരു കഥ പറയുന്ന രൂപത്തിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഒരു ധനവാനായ മനുഷ്യൻ, നൂറുകണക്കിന് ആളുകൾ, തന്റെ നെയ്ബർ അയൽക്കാരൻ ഒരാളെ ഒരു മരിപ്പൊക്കിടല്ലേ, 100 ആടുകൾ, ധാരാളം ആടുകളുള്ള മനുഷ്യൻ അതിലൊന്നിനെ എടുത്ത് ഉണ്ടാക്കാതെ ഈ പാവപ്പെട്ടവന്റെ ഒറ്റയാണ്, ഒരു പെണ്ണാണ്, അവന്റെ മടിയിലാണ് വളർന്നതാണ്, അവന്റെ ഭക്ഷണത്തിന്റെ വാക്ക് കൊടുത്ത് വളർത്തിയതാണ്, അതിനെ പിടിച്ചറുത്താകാൻ. ഈ ആടിന്റെ കഥ പറഞ്ഞാൽ ദാവീദിന് ആ മനസാക്ഷി ഇളകുമെന്ന് തമ്പുരനറിയാം. ഏത് തട്ടകത്തിൽ ആരെ പിടിക്കുന്ന എവിടെ തൊട്ടാൽ നീ ശരിയാവും ദൈവത്തിനറിയാം. അതിനാ ദൈവം ദാവീദിനോട്, ദാവീദ് ഇടയനല്ല, തന്റെ ആടുകളെ കുറിച്ച് വളരെ ജാഗ്രതയുള്ളവനാണ്. പെട്ടെന്ന് നീതിബോധമുള്ള രാജാവ് കോപം കൊണ്ട് ത്രസിച്ചു, കണ്ണുകൾ ചുമന്നു, തന്റെ ഉരിയൊക്കെ വളഞ്ഞു, മനുഷ്യൻ കൊണ്ട് മുഖത്ത് ആ രൂപം കണ്ടോ, ആ ശബ്ദം ഘോര ശബ്ദമായിരുന്നു. അങ്ങൊരു മനുഷ്യൻ എന്റെ രാജ്യത്ത് ചെയ്തെങ്കിൽ അവൻ അവൻ 4 ഇരട്ടി പകരം കൊടുക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഒട്ടും താമസിച്ച വെടിയുണ്ട മറുഭാഗത്ത് ശബ്ദം. ആ മനുഷ്യൻ നീ തന്നെ. ഒരു പക്ഷേ വന്നി വയോധികനെങ്കിൽ ആ വെള്ളിക്കമ്പ് പോലെ നനച്ച തലയും താടിയും ഒന്ന് വിറപ്പിച്ച് വെട്ടിച്ച് ആ പ്രവാചകൻ ഒറ്റ ശബ്ദമാണ്, ആ മനുഷ്യൻ നീ തന്നെ. എന്താ ഭാഷയെ പറഞ്ഞാൽ ദൂതന്റെ മുമ്പിൽ അട്ട ചുരുണ്ടതുപോലെ ദാവീദ് ചുരുണ്ടു.
ദാവീദേ തുടങ്ങുക. നാടുകളെ മേയ്ക്ക് നടത്തും ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ ഇസ്രായേലിനെ മേയ്ക്കുള്ള ചെങ്കോൽ, ഞാൻ നിന്റെ യജമാന്റെ സിംഹാസനം തന്നു, കൊട്ടാരം തന്നു, യജമാന്റെ ഭാര്യമാരുടെ മരണത്തിലേക്ക് തന്നു. അടുത്ത പരപ്രീതം ശ്രദ്ധിക്കൂ, ഇന്നതും കൂടെ ഞാൻ തരുമായിരുന്നു. കേറിയെടുക്കാൻ പോകല്ലേ, കേറിയെടുക്കാൻ പോകല്ലേ. ദൈവം ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ദാവീദ് കേറിയെടുത്തു. ദാവീദ് ദൂതിന്റെ മുമ്പിൽ തകർന്നത് മാത്രം. അയ്യോ, ഞാൻ പോസ്റ്റം ചെയ്തു പോയേ, മനസ്സാക്ഷി കുത്തിയപ്പോൾ ഏൽപ്പിച്ചു. തന്റെ മരണം മാറി ജീവിക്കുന്ന ദൈവത്തിന്റെ സംഭവിച്ചത് 4 ആൺകുഞ്ഞുങ്ങൾ അനാഥപ്രേതമായി. നാം വായിക്കുന്നില്ല ദൈവത്തിനകത്ത് 4 പകരം കൊടുക്കണേ അധരത്തിൽ വിധിച്ച വിധി തന്റെ. അടുത്ത പദം, അമോരുടെ വാൾ കൊണ്ട് നീ ഒരു നിഷ്കളങ്കനെ കൊന്നത് കൊണ്ട് വാൾ നിന്റെ കുടുംബം വിട്ടു മാറുകയും. ദാവീദിന്റെ ചരിത്രം വായിച്ചു. മരണ ദിവസം വരെ നിലവിളിയും കണ്ണുനീരും ആ വാളിന്റെ പ്രയോഗമായിരുന്നു. 4 കുഞ്ഞുങ്ങൾ അനാഥപ്രായമായി പോയില്ലേ? നവജാത ശിശു 7 ദിവസത്തിയപ്പോൾ മരിച്ചില്ലേ? അദോനിയാവ് കൊല്ലപ്പെട്ടു, അമ്നോൻ കൊല്ലപ്പെട്ടു, അബ്സലോം കൊല്ലപ്പെട്ടു. ഒരു കരുവേലത്തിൽ കുരുങ്ങിക്കിടക്കുക. തല്ലിക്കൊല്ലിച്ചു, തല്ലിക്കൊന്നു. ഈ അബ്സലോമല്ലേ സ്വന്തം സഹോദരനെ 10 പേർ നിർത്തി തല്ലിക്കൊല്ലിച്ചു. വിതച്ചത് തന്നെ പോയി. ഞാൻ എപ്പോഴും പറയും, മാത്യുലാസം 1 കപ്പ് കയ്പ് കാടി എന്റെ സ്നേഹിതന് കുടിക്കാൻ കൊടുത്താൽ അത് തിരിച്ച് ഞാൻ കുടിക്കാൻ തമ്പുരാൻ എന്നെ നാട്ടിൽ പറയാം. വിതയ്ക്കുന്ന തന്നെ എവിടൊക്കെ ദാവീദ് അനുദപിച്ചു, അവിടൊക്കെ അവന്റെ മരണത്തിന് മാറ്റം വന്നു. കാട്ടാട്ടും പാറയ്ക്ക് സമീപം അഖീല കുന്നടിവശം ഒളിച്ചിരുന്ന ദാവീദിനെ തേടി ചെന്നില്ലേ ശൗൽ. ആ ഗുഹയ്ക്കകത്ത് വെച്ച് ദാവീദ് രാജാവിന്റെ വസ്ത്രത്തെ കുടിച്ചെടുത്തു. മലമേൽ നിന്ന് വിളിച്ചു പറഞ്ഞു, രാജാവേ, അങ്ങനെ ദോഷം ചെയ്തില്ല, ഇതാ അങ്ങയുടെ വസ്ത്രം, അങ്ങേ ദൈവന്റെ കയ്യിൽ തന്നു. അവിടെ വെച്ച് യോബ് പറഞ്ഞ, ഇതാ രാജാവിന്റെ ഞാൻ ഒരൊറ്റ ഒന്നുകൂടെ കുത്തുകയല്ല. എന്നിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കാം, ദാവീദ് രാജാവേ ജയ ജയ. ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവച്ചിട്ട് ശിക്ഷ അനുഭവിക്കാതിരിക്കുന്ന അലയോമനെ കൊന്നു ഞാൻ തൊടുകയില്ല. അസ്ത്രാഗ്രഹം മുറിച്ചത് കൊണ്ട് ദാവീദിന്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അല്ല, അടുത്ത കാലങ്ങളിൽ, ക്രിസ്തീയ ജീവിതത്തിന്റെ നാളുകളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയാണ് പരാജയം, എവിടെയാണ് കുറവുകൾ? വേദപുസ്തകം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലംഘനം മൂടിവയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. മുറിവേറ്റ മുറിവുണങ്ങാത്തൊരു വീട് എനിക്കും നിനക്ക് വേണ്ടി അടുത്തു നിൽക്കും. ആ ഊരി വീഴുന്ന ചോരയ്ക്ക്, ആ രക്തത്തിന് ഏത് കൊടും പാപവും കളയാൻ കഴിയും. പക്ഷേ നമ്മുടെ ഭാഗത്തിൽ ഒരു കാര്യമുണ്ട്, ലംഘനം മൂടി വയ്ക്കാതെ ഉപേക്ഷിപ്പണ്ടയായ അപ്പനും മക്കളോട് കരുണ തോന്നുന്നവൻ കരുണ തോന്നുന്ന കർത്താവ് ജീവിക്കും. ഇവിടെ ദാവീദ് മനസ്സാക്ഷി കുത്തി. ഉടൻ തന്നെ എവിടൊക്കെ ദാവീദ് തന്റെ മനസ്സാക്ഷി കുത്തിയോ അവിടൊക്കെയും ദൈവം തന്റെ ദൂതനെ അയച്ചു, തന്റെ ദാസന്മാരെ അയച്ചു. ഇവിടെയും അയച്ചു. ഇവിടെ അയച്ചത് ഗാദ് പ്രവാചകൻ. 3 കാര്യം നിന്റെ മുൻപിൽ തരുന്നു. ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഒന്നെങ്കിൽ 7 കൊല്ലത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുവിനെ എരിവ്, അല്ലെങ്കിൽ 3 വർഷം മഹാമാരി. തിരഞ്ഞെടുത്തു കൊള്ളുക. ഗാദ് പറഞ്ഞൊരു പദം ശ്രദ്ധിക്കണമേ, എന്നെ അയച്ചവനോട് എനിക്ക് ഉത്തരം പറയേണ്ടത്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനെ മാത്യുലാസനെ എബ്രോൻ സഭയും ജെയിംസ് പാസ്റ്ററും അവിടെയുള്ള സഭയും സ്നേഹത്തോടെ ഈ മെസ്സേജിനെ ക്ഷണിച്ചതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നെ അനുവദിക്കാതെ പ്രസംഗിക്കാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം അയച്ചിട്ടായിരുന്നു പറയുന്നത്. ദൈവദാസന്മാർ പറയും, ദൂതുകൾ ദൈവം കൊടുത്തുവിടുന്ന
ആലോചന. എന്നെ അയച്ചവനോട് ഒരു പക്ഷേ എന്റെ പ്രസംഗത്തിൽ എത്ര പേരുടെ മുഖം പ്രകാശമാവുകയായിരിക്കാം, എത്ര പേര് അംഗീകരിക്കുന്നറിഞ്ഞില്ല. എന്റെ ശ്രോതാക്കളുടെ മുഖം എങ്ങനെയിരിക്കുന്നു എന്ന് ഞാൻ നോക്കാറേ. കഴിഞ്ഞ 38 വർഷമായി നോക്കാറില്ല. പകരം എന്നെ അയച്ചവന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു, എന്നെ അയച്ചവന് എന്തു പറയും, അതാണ് എന്റെ ലക്ഷ്യം. ഞാൻ തുടരട്ടെ. ഇതാ ദാവീദ് പറഞ്ഞ പദം, ഞാൻ ആ കയ്യിലേക്ക് വിളിക്കും, ആ കയ്യിൽ കരുണയുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ മുറുകേറ്റൊരു കരം നിൽക്കുക. വിളിച്ചു പറ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴല്ലേ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴല്ലേ, ആ കയ്യിലേക്ക് ഞാൻ വീഴേക്കാം, ആ കയ്യിൽ കരുണയുണ്ട്. ദാവീദിനറിയാമോ, കരുണ ദൈവത്തെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കാരണം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രകൃതി നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് നമ്മെ ഇഷ്ടമാണോ, നമ്മുടെ പ്രകൃതി നമുക്ക് ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഇടി മിണ്ടാതിരിക്കും, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കും, മിണ്ടാതിരിക്കും, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കും, കുഞ്ഞെ മുൻകരുത്, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. അതെ, നമുക്ക് നമ്മെ തന്നെ പിടിക്കാത്ത സന്ദർഭമുണ്ട്. അപ്പോഴും ദൈവം പറയുന്നു, എന്റെ ഉള്ളം നിന്നെ വെറുക്കയില്ല. ആര് വെറുത്താലും, ആര് മറന്നാലും, ആരെതിർത്താലും സ്നേഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദാവീദ് ശിക്ഷ തിരഞ്ഞെടുക്കേണ്ടി വന്നു. 3 ദിവസത്തെ മഹാമാരിയായി. ഒറ്റ ദിവസം 70,000 പേർ മറ്റുപോയി, 70,000 പേർ മറ്റുപോയി. കളത്തിലേക്ക് ചെന്നപ്പോൾ മരണദൂതന്റെ കാൽ ഇതാ ഓർന്നാന്റെ കളത്തിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ നിൽക്കുന്നു മരണദൂതൻ. ദാവീദ് സാഷ്ടാംഗം വീണിട്ട് വിളിച്ചു, യഹോവേ, പാപം ചെയ്തു, ഈ ആളുകൾ എത്ര ചെയ്തു, ആ കൈ എന്റെ മേൽ വെക്കണമേ, എന്റെ കുടുംബത്തിന് വെക്കണമേ, കുറ്റം എന്റേതാ, ഞാനാ തെറ്റ് ചെയ്തതാ, ഞാനാ പരാജിതൻ എന്ന് എത്ര പേർ സമ്മതിക്കും. പലരുടെയും മുകളിൽ കുറ്റം ആരോപിച്ചു, പലരുടെ പേരിൽ ആക്ഷേപം പറഞ്ഞു കേൾപ്പിച്ചു, പലരുടെ മേലും നമ്മുടെ തെറ്റ് ഇറക്കി വെച്ചിട്ട് രക്ഷപ്പെടാൻ നാം ശ്രമിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ഞാനാണ് തെറ്റ് ചെയ്തത്. യഹോവയുടെ കൽപ്പന, ആ സ്ഥലവും ആ നിലം വിലയ്ക്കുവാൻ അവിടെ യഹോവയുടെ ആലയം പണിയാനുള്ള സ്ഥലം. ഈ രംഗത്ത് പെട്ടെന്ന് ഓർന്നാനും മക്കള് ഓടി വരിക. അവർ ഓടി വന്ന് പറയുന്ന ഒരു പദം, രാജാവേ, വിലയ്ക്ക് വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് തരാം, ഞാൻ ഫ്രീ ആയിട്ട് തരാം. ദാവീദ് പറഞ്ഞൊരു പദം ശ്രദ്ധേയമാണ്, എനിക്കൊന്നും ചിലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും. ദൈവനാമത്തിന് കൊടുത്തു, ദൈവനാമത്തിന് ചിലവെടുത്തു, ദൈവനാമത്തിന് ബന്ധപ്പെട്ടു അധ്വാനിക്കുകയും ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പ്രതിഫലം നിർത്തും. ദൈവം ചിരിക്കും, മനുഷ്യർക്കല്ല കൊടുക്കും. ദൈവത്തിന്റെ നാമത്തിലെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കുക, ദൈവനാമത്തിൽ ചിലവഴിക്കും, ദൈവത്തിന്റെ വേലയ്ക്ക് ദൈവം നിനക്ക് പ്രതിഫലം തരും. ദാവീദ് അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധേയമാണ്, എനിക്കൊന്നും ചിലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല. സംഭവിച്ചത് പറയട്ടെ, ആ സ്ഥലവും കാളകളെ വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു ഹോമയാഗ പീഠം പണിതു. യാഗപീഠത്തിലെ പുക ആകാശമണ്ഡലത്തിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ലോകം മുഴുവൻ നടുങ്ങിക്കൊണ്ടിരിക്കും. ഈ ഭീകരമായിരിക്കുന്ന ബാധ ഒന്നേ തന്റെ നാമം വിളിക്കപ്പെട്ട രണ്ടിനും തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന കേട്ട ദൈവം നമുക്ക് നിശ്ചയമായും ദേശത്തിന് സൗഖ്യം തരും. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്ന മുമ്പേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതല് സാത്താൻ നമ്മെ തോൽപ്പിക്കും. എന്റെ യേശുവിന്
നിന്നെ കുറിച്ച് ഒറ്റ ലക്ഷ്യമേ, എന്റെ പൈതൽ ജയിക്കണം, എന്റെ മകൻ ജയിക്കണം, എന്റെ മകൻ ജയിക്കണം. ആഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. പരാജയം പ്രോബ്ലമോ ഒക്കെ ക്ഷീണമോ ഭവിച്ചു എല്ലാറ്റോടും വിട പറഞ്ഞ് ഈ ദൂതിന്റെ മുന്നിൽ സമർപ്പിക്കാൻ എത്ര പേർ തയ്യാറാണ്? എത്ര പേർ പുതിയ തീരുമാനമെടുത്തു? കർത്താവേ, ദൈവം എന്നോട് സംസാരിക്കും, ദൈവത്തിനൊപ്പം ഇടപെട്ടു. എനിക്ക് ഈ ശബ്ദത്തിന് മുമ്പിൽ താഴ്ത്താതിരിക്കാൻ കഴിയും, എനിക്ക് ഈ ശബ്ദത്തിന് മുമ്പിൽ വീഴാതിരിക്കാൻ കഴിയും. മനുഷ്യർ കാണാത്തത്, മനുഷ്യർ കേൾക്കാത്തത്, ഭാര്യ അറിയാത്തത്, ഭർത്താവ് അറിയാത്തത്, കുഞ്ഞുങ്ങൾ അറിയാത്തത്, വാസ്തു അറിയാത്തത്, അതേ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പാകെ ഏറ്റു പറഞ്ഞ കരുണ കാണിക്കുന്നത് ആ ധൂർത്തപുത്രനെ പോലെ ഓടി വന്ന അപ്പ, ഞാൻ നിന്നോട് സുഹൃത്തോട് പാപം ചെയ്യും, നിന്റെ മകൻ വിളിപ്പായും ഇല്ല, നിന്റെ വേലക്കാൽ പുരത്തനാക്കണമേ എന്ന് പറയാൻ അനുവദിച്ചില്ല. പുത്രനായി സ്നേഹിച്ച ആ സ്നേഹം, അതിലേക്ക് നമുക്ക് അടുത്ത് വരാം. എനിക്ക് അവസരം കിട്ടുന്ന എബ്രോസ് സഭയുടെ പാസ്റ്റർ ശ്രേഷ്ഠനായ ജെയിംസ് പാസ്റ്റർ, അതുപോലെ സഭ, എന്റെ സുഹൃത്ത് സാലു, എല്ലാവരും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തിന് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കണമേ പറഞ്ഞതിന്റെ വാക്കുകൾ